ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായിട്ട് എനിക്ക് വന്നേക്കുന്ന എല്ലാ മെസ്സേജും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കുറേ എനിക്ക് പറ്റുന്നില്ല, എന്നാലും കുറേ മിസ്സായി പോകുന്നുണ്ട്. കുറേ പേരോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പ്രൊഫഷണൽ ഡാഷ്ബോർഡാണ്. എന്താണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ളതും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ടാബുകൾ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 5 ടാബ് വരുന്നത്. ഹോം, ഇൻസൈറ്റ്സ്, കോണ്ടന്റ്, എൻഗേജ്മെന്റ്, മോണിറ്റൈസേഷൻ. ഈ 5 ടാബാണ് വരുന്നത്. ഫസ്റ്റ് ടാബ് ഹോമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാക്കി എല്ലാ ടാബുകളും നമുക്ക് ഈ ഹോമിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നമ്മൾ മെയിൻ ഓരോന്നും 1 by 1 ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇൻസൈറ്റ്സ്. നമ്മൾ ഇട്ട വീഡിയോസ് മാത്രമല്ല, നമ്മളിട്ട ഫോട്ടോയുടെ പോസ്റ്റുകൾ, എഴുത്തുകൾ, ഇതെല്ലാം എത്രത്തോളം ആൾക്കാരിലേക്ക് ഇത് എത്തി. ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചക്കാർ അല്ലെങ്കിൽ വ്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 28 ദിവസത്തെയാണ് ഈ കാണിക്കുന്ന വ്യൂസ്. അതായത് ഇന്ന് ജൂൺ 30 ആണെങ്കിൽ ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ 2-ാം തീയതി തൊട്ട് ജൂൺ 30 വരെയുള്ള ഒരു കാഴ്ചക്കാരായിരിക്കും ഈ കാണിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ന് തൊട്ട് പുറകോട്ട് 28 ദിവസത്തെ എല്ലാ പോസ്റ്റിൻ്റെയും കൂടെ കാഴ്ചക്കാരാണ് ഈ ടോട്ടൽ നമ്പർ ഓഫ് വ്യൂസ് എന്ന് പറയുന്ന ഇൻസൈറ്റ്സിലെ കാഴ്ചകൾ. സെക്കൻഡ് ഓപ്ഷനാണ് കോണ്ടന്റ്. നമ്മൾ ഇടുന്ന ഓരോ പോസ്റ്റുകളും ഈ ഒരു കോണ്ടന്റ് ടാബിനകത്ത് താഴെ ഉണ്ടാവും. ഇപ്പം ഫോട്ടോയുടെ പോസ്റ്റാണ് ഇടുന്നെങ്കിലും എഴുതിയിടുന്നതാണെങ്കിലും ലോങ് വീഡിയോസ്, റീൽസ്, എന്തോ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഇന്നത് കാണാം. നമ്മളിപ്പോൾ ഇട്ട ഒരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയിൽ എത്ര കാഴ്ചക്കാർ വന്നു, ആ വീഡിയോയ്ക്ക് റവന്യൂ വന്നു, എത്ര പൈസ വന്നു, അത് എത്ര പേരിലേക്ക് എത്തി, അതിന് എത്ര കമൻസ് കിട്ടി, എത്ര ലൈക്ക് കിട്ടി, എത്രത്തോളം അത് റീഷെയർ ചെയ്തു, ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് കോണ്ടന്റിനകത്ത് കാണാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന ഒരു ടാബാണ് എൻഗേജ്മെന്റ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടാബ് എൻഗേജ്മെന്റ്. നമ്മളിടുന്ന ഓരോ പോസ്റ്റിനും ഓരോ കണ്ടന്റ്, ഈ പോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലുമാണ് കേട്ടോ, അല്ലാണ്ട് ഫോട്ടോ എഴുതിയിടുന്നത് മാത്രമായിരിക്കത്തില്ല. വീഡിയോസും ലോങ് വീഡിയോസും റീൽസും എല്ലാം ഓരോരോ പോസ്റ്റുകളാണ്. ഈ ഓരോ പോസ്റ്റിനും നമുക്ക് കിട്ടുന്ന എൻഗേജ്മെന്റ് അതനുസരിച്ചാണ് നമുക്ക് റവന്യൂ വരുന്നത്. ചിലർ പറയാറുണ്ട് എനിക്ക് 9K ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് 90K ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ 1 രൂപ പോലും കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ 2K ഉള്ള, അതായത് വെറും 2000 ഫോളോവേഴ്സ് ഉള്ളവർക്ക് പോലും പൈസകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? എൻഗേജ്മെന്റ്. അവരിടുന്ന ഒറിജിനൽ പോസ്റ്റുകൾ, ആ ഒരു പോസ്റ്റിന്റെ എൻഗേജ്മെന്റ് കാര്യം. അവരൊരു പോസ്റ്റ് ഇട്ടു, അതിനെപ്പറ്റി ഒറിജിനൽ പോസ്റ്റാണ്, എവിടെയും കോപ്പി പേസ്റ്റ് ഇല്ലാത്തൊരു പോസ്റ്റാണ്. അതിന് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്, അതായത് അവർക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട്, അതിന് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, അത് ഷെയർ ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആ ഒരു പോസ്റ്റ് കാണുമ്പോൾ ആ പോസ്റ്റ് ക്ലിക്ക് ചെയ്ത്, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. വേറെ ആൾക്കാർ, വേറെ ഫോളോവേഴ്സ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. മാക്സിമം എത്രത്തോളം എൻഗേജ്മെന്റ് വരുന്നു അതിനനുസരിച്ചാണ് പൈസ കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു വീഡിയോ കിട്ടും, ആ ഒരു വീഡിയോയ്ക്ക് 5000 കാഴ്ചക്കാർ അല്ലെങ്കിൽ ഒരു 10000 കാഴ്ചക്കാരെ ഉള്ളെന്ന് വിചാരിച്ചു. നിങ്ങളിട്ട ഒറിജിനൽ വീഡിയോ ആണ്, അതിന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു $3, $4, $5 കിട്ടിയെന്ന് വിചാരിച്ചു. സെയിം വീഡിയോ വേറൊരാൾ ഡൗൺലോഡ് ചെയ്തു, അവർ പോസ്റ്റ് ചെയ്തു, അവർക്ക് കിട്ടുന്നത് ഒരു പക്ഷേ $1 പോലും കിട്ടത്തില്ല. അവരുടെ കാഴ്ചക്കാരെന്ന് പറയുന്നത് 50,000 60,000 ആയിരിക്കും, പക്ഷേ പൈസ കിട്ടത്തില്ല. ഒറിജിനൽ കണ്ടന്റിനും എൻഗേജ്മെന്റിനാണ് പൈസ. എപ്പോഴും ഒറിജിനൽ പോസ്റ്റിനെ ആയിരിക്കും എൻഗേജ്മെന്റ് മെയിനായിട്ട് ബാധിക്കുക. അടുത്ത ടാബാണ് മോണിറ്റൈസേഷൻ. നിങ്ങളിട്ട സകലമാന വീഡിയോസിനും സകലമാന ഫോട്ടോസിനും എല്ലാം എഴുതിയിടുന്ന ഓരോ പോസ്റ്റിനും റീൽസിനും എല്ലാത്തിനും കൂടെ കിട്ടുന്ന എത്ര പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത് ഈ മോണിറ്റൈസേഷൻ ടാബിലുണ്ടാവും. നിങ്ങൾ പാർട്ണർഷിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും പരസ്യം ചെയ്തോ, ഏതെങ്കിലും ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടോ, കൊളാബറേഷൻ്റെ പൈസ ഇതെല്ലാം അവിടെ കാണും. നിങ്ങൾക്ക് സ്റ്റാർസ് എന്ന ഒരു ഏണിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പൈസ വല്ലതും കിട്ടിയിട്ടുണ്ടോ, അതും ഈ മോണിറ്റൈസേഷൻ ടാബിൽ കാണിക്കും. നിങ്ങൾക്ക് പ്രധാനമായിട്ടും സ്റ്റാർസ്, പാർട്ണർഷിപ്പ് ആഡ്സ്, കോണ്ടന്റ് മോണിറ്റൈസേഷൻ, സബ്സ്ക്രിപ്ഷൻ, അതും ഇപ്പോൾ തുടങ്ങിയവർക്ക് 4 ഓപ്ഷൻ വഴിയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് 4ഉം ഒരുമിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണ് മോണിറ്റൈസേഷൻ എന്നുള്ളത്. ഈ ഒരു ടാബിൽ നിങ്ങൾക്ക് ഇത് ഓരോന്നും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ്റെ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എത്ര പേര് അതിലൂടെ നിങ്ങൾക്ക് എത്ര പൈസ വന്നു എന്ന് കാണാൻ പറ്റും. സ്റ്റാർസിൻ്റെ ഓപ്ഷൻ എടുത്താൽ അതിലൂടെ എത്ര കിട്ടിയെന്ന് അറിയാം. കോണ്ടന്റ് മോണിറ്റൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ കോണ്ടന്റിനും നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാം. എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് മൊത്തത്തിലാണ്. എൻഗേജ്മെന്റിന് ഓപ്ഷൻ എടുത്ത് സീ മോർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന കമന്റ്സുകൾ, നിങ്ങൾ ഇട്ട പോസ്റ്റിനുള്ള കമന്റ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾ റിപ്ലൈ ചെയ്യാത്ത കമന്റ്സ് എടുക്കുക, അതിന് റിപ്ലൈ കൊടുക്കുക, അതും എൻഗേജ്മെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് വരുന്ന കമന്റ്സിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതും എൻഗേജ്മെന്റ് ആണ്. അതും ഫേസ്ബുക്ക് ഈക്വലൈസ് ചെയ്യുന്നുണ്ട്. ഇൻസൈറ്റ്സ് എടുത്ത് സീമോർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിട്ട ഓരോ കോണ്ടന്റുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓരോ കോണ്ടന്റിനകത്ത് ഓപ്ഷൻസിൽ സീമോർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്, ഒരു ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയെന്നും ആ ഒരു പോസ്റ്റ്, ആ ഒരു വീഡിയോ എത്ര കാഴ്ചക്കാരിലേക്ക് എത്തിയെന്നും അത് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന എത്ര എൻഗേജ്മെന്റ് ഉണ്ടെന്നും ഇൻസൈറ്റ്സും ഹോമിലുമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ എല്ലാ ടാബും കൂടിയാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ വരുന്നത്. അതായത് ഒരു പ്രോ മോഡ്, അതായത് നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ കാണുന്ന ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. ഒരുപാട് പേര് ബാങ്ക് അക്കൗണ്ട്സ് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ടാക്സിന്റെ ഇൻഫർമേഷൻസ് ചോദിച്ചിട്ടുണ്ട്, പേ ഔട്ടിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്കാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടോ വീഡിയോസ് കിട്ടും. ഇനി അക്കൗണ്ട് ഫോളോ ചെയ്തില്ലെങ്കിലും ഇതിന്റെ ഒരുപാട് സെറ്റിംഗ്സിന്റെ കാര്യങ്ങളും അല്ലാണ്ടുള്ള കാര്യങ്ങളും ജനറൽ കാര്യങ്ങളെല്ലാം ഞാൻ പോസ്റ്റുകളായിട്ടും എഴുതിയിടുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും, ഒന്ന് നോക്കിക്കോ.